നേര് കണ്ടു ഗൈസ്, നേര് നൈസ് പടമാണ്. ആക്ച്വലി എന്താണ് ഇതിനെ കുറിച്ച് പറയാനുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് തന്നെ പറയാലോ, OTT കാണാനുള്ള പടവേ ഉള്ളൂ. പക്ഷേ ഇത്രയും നല്ല വേറൊന്നും കൊണ്ടല്ല OTT കാണാനുള്ള പടം ഉള്ളെന്ന് പറഞ്ഞത്. പടത്തിൽ അങ്ങനെ സൗണ്ട് ഇമ്പാക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കോമൺ നോർമൽ എങ്ങനെയാണ് ഒരു മൂവി, അത്രയേ ഉള്ളൂ മൂവി. പക്ഷേ ആ ഒരു മൂവി പോയേക്കുന്ന അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. അതുകൂടാതെ ഒരു അതായത് ഇതിൽ ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇതിൽ. അതായത് നോർമൽ ഒരു കഥ നടന്നു പോകുന്നു, കോടതിയിൽ നടക്കുന്ന ഒരു ഡ്രാമ. പക്ഷെ ആ ഡ്രാമ അവതരിപ്പിച്ചേക്കുന്ന സംഭവം നമ്മുടെ പഴയ ലാലേട്ടല്ലേ, പുള്ളിനെ നമുക്ക് ഈ പടത്തിൽ കാണാം. അതായത് ആ കോടതിയിൽ വന്നിട്ട് പുള്ളി കാണിക്കുന്ന ഓരോരോ കാട്ടായങ്ങളും, അതുകൂടാതെ കോടതിയുടെ പുറത്താണെങ്കിലും പുള്ളിയുടെ അതായത് ഈ പടത്തിൽ പുള്ളി അഭിനയിച്ചേക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതായത് പഴയ ലാലേട്ടൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കിട്ടും. അത്രയും നല്ല പെർഫെക്റ്റ് ആൻഡ് ജെന്റിൽ ആയിട്ടാണ് പടത്തിൽ മോഹൻലാൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ OTT കാണാനുള്ള പടമേ ഉള്ളൂ. കാരണം ഇതിൽ വേറെ സൗണ്ട് എഫക്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് OTT കണ്ടാലും പടം നമുക്ക് ആസ്വദിക്കാം. പക്ഷേ ഇങ്ങനത്തെ പടത്തിലേക്ക് നമ്മൾ വിജയിപ്പിക്കണം. കാരണം ജിത്തു ജോസഫിന്റെ അടുത്തൊരു ഇതാണ്. ജിത്തു ജോസഫ് ഇതിൽ ട്വിസ്റ്റും കാര്യങ്ങളും നമ്മുടെ ദൃശ്യം പോലെ ട്വിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോ, അങ്ങനെ ഒന്നുമില്ല പടത്തിൽ. എന്നാലും നമ്മൾ ആ പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സംഭവം കിട്ടും. കൊടുത്ത പൈസക്ക് കിട്ടിയ മൂല്യം, അത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്തായാലും ഈ പടത്തിലുണ്ടാവും. മോഹൻലാൽ മാത്രമല്ല കേട്ടോ, പടത്തിൽ അഭിനയിച്ചിരിക്കുന്നില്ല ജഗദീഷ്. അവരുടെ ഇന്റർവ്യൂസിനൊക്കെ അവർ പറഞ്ഞ സെയിം കാര്യം തന്നെയുള്ളൂ പടത്തില്. എന്നിട്ട് നമുക്ക് ആ പടം നമ്മളെ ബോറടിപ്പിക്കുകയോ നമ്മളെ ഒരു ലാഗടിപ്പിക്കുകയോ ഒന്നുമില്ല. നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു പടം. അതുമല്ല, അഫ്കോഴ്സ് കോടതിയിൽ ഡ്രാമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളല്ല, ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് ശരിക്കും ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. റിയൽ ആയിട്ട് നമുക്ക് കാണാം ഒരു കോടതിയിൽ നടക്കുന്നത് എന്താണെന്നും ആ ഒരു കേസ് വാദിച്ച് അത് നമ്മൾ എന്തൊക്കെ ആ ഒരു ശരിക്കും ഒരു തെറ്റ് ചെയ്ത ഒരാളെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എന്തോരം തെളിവുകൾ നമ്മൾ നിരത്തണമെന്നൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ അതൊന്നും അറിയുന്നില്ല ശരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ശരിക്കും ഇത് ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത്രയും ക്രിമിനൽസ് വളരുന്നത്. ഈ ഒരു പടത്തിന്റെ അവസാനം ജഡ്ജ് പ്രതിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നിട്ട് ജഡ്ജി പറയുന്നുണ്ട് അത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് ചെയ്തു കൊടുക്കുന്നത്. ഒരു ക്രിമിനലിനോട് പറയുന്ന ഒരു കാര്യം അയാളോട് ഒരു അനുവാദം ചോദിക്കുന്നു, ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് നമ്മുടെ കോടതി നമ്മുടെ നിയമം കാരണം അവർക്ക് കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതേപോലെയുള്ള ആൾക്കാർ വളരാത്തത്? സംഭവം നമ്മൾ സബ്ജക്റ്റ് ചെയ്ത് മാറിപ്പോയി. എന്തായാലും പടം നിങ്ങൾ എന്തായാലും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇങ്ങനത്തെ പടത്തിലേക്കാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. ആൻഡ് ജിത്തു ജോസഫ് ഹാറ്റ്സ് ഓഫ്. പടം കിട്ടില്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. എല്ലാവർക്കും പോയി ഇരുന്ന് കാണാൻ പറ്റുന്ന പടമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്, പ്രത്യേകിച്ച് ഫാമിലി മസ്റ്റ് വാച്ച് മൂവി.